ബറൂക്ക് ശാസ്ത്രിയുടെ രണ്ടാം ലേഖനം 4-ാം അധ്യായം 8 മുതൽ 13 വരെ തിരുവചനങ്ങൾ. ബർക്കുമോർ, നിങ്ങളെ വളർത്തിയ നിത്യനായ ദൈവത്തെ നിങ്ങൾ മറന്നുകളഞ്ഞു. നിങ്ങളുടെ വളർത്തമ്മയായ യെരൂശലേമിനെ നിങ്ങൾ ദുഃഖിപ്പിച്ചു. നിങ്ങൾക്കെതിരായി വന്ന കോപത്തെ, ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും വന്ന ക്രോധത്തെയും യെരൂശലേം കണ്ടു. അത് പറഞ്ഞു, സെഹിയോൻ നിവാസികളെ, എന്നെ ശ്രദ്ധിപ്പിൻ. ദൈവമായ കർത്താവ് എനിക്ക് വളരെ വിലാപം വരുത്തിയിരിക്കുന്നു. ലോകാധിപന്മാരെ അവരുടെ മേൽ വരുത്തിയതിനാൽ എൻ്റെ പുത്രന്മാരും പുത്രികളും പ്രവാസത്തിൽ കഴിയുന്നത് ഞാൻ കണ്ടു. ഞാൻ അവരെ സന്തോഷപൂർവ്വം വളർത്തിക്കൊണ്ടുവന്നതാണ്. അവരെ ഞാൻ കരച്ചിലോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടിയാണല്ലോ അയച്ചത്. എൻ്റെ വൈധവ്യത്തിലും അനേകർ നഷ്ടപ്പെട്ടവളെന്ന നിലയിലും ആരും എന്നിൽ സന്തോഷിക്കാതിരിക്കട്ടെ. എൻ്റെ മക്കൾ പാപം ചെയ്തതുമൂലം, ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിൽ നിന്നും അവർ വഴിതെറ്റിയതുമൂലം തൻ്റെ കൽപ്പനകളും വിധികളും അറിയാതിരിക്കുകയും കൽപ്പനകളുടെ മാർഗത്തിലും സത്യത്തിൻ്റെ ശിക്ഷണപാതയിലും നീതിയോടെ അവർ നടക്കാതിരുന്നതിനാലും ഇതെല്ലാം സംഭവിച്ചു. ദൈവമേ, ലൗകിക കാര്യങ്ങളിലും അതിൻ്റെ മോദങ്ങളിലും ഞങ്ങൾ ബന്ധിക്കപ്പെടാതെ ഉയരത്തിലേക്ക് ഞങ്ങളുടെ ബോധങ്ങളെ ഉയർത്തണമേ. ആമേൻ.